ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യം ഗാന്ധി സ്മരണയിൽ. രാജ്ഘട്ടിലെ അനുസ്മരണ പരിപാടിയിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജ്യത്തെ പരിഷ്കരണ പ്രവൃത്തികൾ സ്ഥിരതയോടും ലക്ഷ്യബോധത്തോടും മുന്നോട്ടു പോകുന്നതിന്റെ തെളിവാണ് 2025-26 സാമ്പത്തിക സർവേയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ബജറ്റ് മറ്റന്നാൾ. 2025 ആഗോള ഇന്നൊവേഷൻ സൂചികയിൽ 66-ൽ നിന്ന് 38-ാം സ്ഥാനത്തേക്ക് നില മെച്ചപ്പെടുത്തി ഇന്ത്യ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന്റെ 2ാം ദിനത്തെ പരിപാടികൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭ സമീപന രേഖ സമർപ്പിച്ചു. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനം ഇന്ന്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികാട്ടിയായിരുന്ന മഹാത്മാഗാന്ധിയെ ഈ ദിനം രാഷ്ട്രം അനുസ്മരിക്കുന്നു. 1948 ജനുവരി 30-നാണ് ഗാന്ധിജി രക്തസാക്ഷിത്വം വരിച്ചത്. എല്ലാ വർഷവും ഈ ദിനത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി അർപ്പിച്ചവർക്കും രാഷ്ട്രം ആദരാഞ്ജലി അർപ്പിക്കുന്നു. രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യം ഗാന്ധി സ്മരണയിൽ. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഒരു റിപ്പോർട്ട്. മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന സർവ്വമത പ്രാർത്ഥനയിലും അനുസ്മരണ ചടങ്ങിലും പങ്കെടുത്തു. രാജ്യവികസനത്തിനും സ്വാശ്രയത്വത്തിനും അടിസ്ഥാനശിലയായ സ്വദേശി പ്രസ്ഥാനത്തിന് രാഷ്ട്രപിതാവ് ശക്തമായ ഊന്നൽ നൽകിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. ഗാന്ധിജിയുടെ വ്യക്തിത്വവും പ്രവർത്തനങ്ങളും ജനങ്ങളെ കർത്തവ്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ എക്കാലവും പ്രചോദിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അഹിംസയ്ക്ക് ബാപ്പുജി നൽകിയ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുന്ന സംസ്കൃത സുഭാഷിതവും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും അനുസ്മരണ പരിപാടികൾ നടന്നു. നിയമസഭാ മന്ദിരത്തിന് സമീപമുള്ള ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ AN ഷംസീർ പുഷ്പാർച്ചന നടത്തി. രക്തസാക്ഷിത്വ ദിനം കേവലമൊരു അനുസ്മരണത്തിനപ്പുറം മനുഷ്യസ്നേഹത്തിന്റെ കാവലാളുകളാകാനുള്ള പ്രതിജ്ഞയായി മാറണമെന്ന് സ്പീക്കർ പറഞ്ഞു. KPCC ആസ്ഥാനത്ത് നടന്ന ഗാന്ധി സ്മരണയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ശശി തരൂർ MP, മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ന് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം. കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ജനുവരി 30-ന് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത്. കുഷ്ഠരോഗം സുഖപ്പെടുത്താവുന്നതാണ്. രോഗം അവശേഷിപ്പിക്കുന്ന സാമൂഹിക അവഗണനയാണ് യഥാർത്ഥ വെല്ലുവിളി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. രാജ്യമെമ്പാടും ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടക്കും. 2026-27 വർഷത്തെ കേന്ദ്ര ബജറ്റ് മറ്റന്നാൾ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാവിലെ 11 മണിക്ക് ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. രാജ്യത്ത് ഒരു ധനമന്ത്രി തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത് ബജറ്റ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 13 വരെയും 2ാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും നടക്കും. പാർലമെന്റിൽ അവതരിപ്പിച്ച 2025-26 സാമ്പത്തിക സർവേ രാജ്യത്തെ പരിഷ്കരണ പ്രവൃത്തികൾ സ്ഥിരതയോടും ലക്ഷ്യബോധത്തോടും മുന്നോട്ടു പോകുന്നതിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം അതിവേഗം മുന്നേറുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയുടെ ശക്തി, വളർച്ച, നവീകരണം, സമഗ്ര വികസനം എന്നിവയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ ശ്രമങ്ങളും സാമ്പത്തിക സർവേ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക സർവേയിൽ പ്രവചിച്ചതുപോലെ ഇന്ത്യ വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. പ്രതീക്ഷിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്ന് ഇന്ത്യ തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഭുവനേശ്വറിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ നിക്ഷേപ മേഖലയുടെ കഴിഞ്ഞ 10 വർഷത്തെ പ്രകടനം പ്രശംസനീയമാണ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓരോ പൌരനും നൈപുണ്യ വികസനം പ്രധാനമാണെന്നും ലോകബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു. 2025 ആഗോള ഇന്നൊവേഷൻ സൂചികയിൽ ഇന്ത്യയ്ക്ക് 38ാം സ്ഥാനം. 2019 ഇന്ത്യ 66ാം സ്ഥാനത്തായിരുന്നു. നിർമ്മാണം, ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിലെ സർക്കാർ സംരംഭങ്ങൾ രാജ്യത്തെ നവീകരണത്തിനും വ്യാവസായിക വികസനത്തിനുമുള്ള ആഗോള കേന്ദ്രമായി മാറാൻ സഹായിച്ചതായി സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. PM വിശ്വകർമ്മ പദ്ധതിയുടെ ഭാഗമായി MSME മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് പ്രദർശന വിപണന മേള ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
PM വിശ്വകർമ്മ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് പദ്ധതിയുടെ ഉപഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനം വർദ്ധിപ്പിക്കുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത്. ഈ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിനായി ID കാർഡും സർട്ടിഫിക്കറ്റും ലഭിച്ച ഗുണഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിൽപ്പന നടത്താനുള്ള അവസരമാണ് MSME മന്ത്രാലയം കോഴിക്കോട് ബീച്ച് റോഡിലുള്ള ആസ്പിൻ കോർട്ട്യാർഡിൽ വെച്ച് ഒരുക്കിയിട്ടുള്ളത്. 50ഓളം സ്റ്റാളുകളാണ് പ്രദർശനത്തിലുള്ളത്. PM വിശ്വകർമ്മ പദ്ധതിയുടെ കീഴിൽ വരുന്ന 18 തൊഴിൽ മേഖലയിൽ നിന്നുള്ള ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ട്. രാജ്യസഭാ എംപിയും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ PT ഉഷയുടെ ഭർത്താവ് V ശ്രീനിവാസൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. കോഴിക്കോട് പെരുമാൾപുരത്തെ വീട്ടിൽ ഇന്ന് പുലർച്ചെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പൊന്നാനി സ്വദേശിയായ V ശ്രീനിവാസൻ മുൻ കബഡി താരവും CASFലെ മുൻ DYSPയുമായിരുന്നു. V ശ്രീനിവാസന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. PT ഉഷ MPയെ ഫോണിൽ നേരിട്ട് വിളിച്ചാണ് അദ്ദേഹം അനുശോചനം അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷ നാളെ വരെ സമർപ്പിക്കാം. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in, prasarbharati.gov.in എന്നിവ സന്ദർശിക്കുക. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന്റെ 2ാം ദിനത്തെ പരിപാടികൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭ സമീപന രേഖ സമർപ്പിച്ചു. സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടൽ, എയർപോർട്ട് ഹെൽപ്പ് ഡെസ്ക് ഷെർപ്പ പോർട്ടൽ, ലോക കേരളം ഓൺലൈൻ സേവനങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇന്ന് 8 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളും 7 മേഖലാ സമ്മേളനങ്ങളും നടക്കും. വൈകുന്നേരം മ്യൂസിക്കൽ കലൈഡോസ്കോപ്പ് അരങ്ങേറും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. കരട് വോട്ടർ പട്ടികയിലുള്ള അനർഹരുടെ പേര് നീക്കം ചെയ്യുന്നതിന് 16,007 അപേക്ഷകൾ നേരിട്ടും പേര് ഉൾപ്പെടുത്തുന്നതിന് 9,27,484 അപേക്ഷകളും ലഭിച്ചു. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 21-ന് പ്രസിദ്ധീകരിക്കും. കേരള പോലീസിന്റെ സേഫ്റ്റി റൺ, സേഫ് റോഡ്സ് സേഫ് ലൈഫ്സ് കൂട്ടയോട്ടം നാളെ തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന കൂട്ടയോട്ടം മാനവീയം വീഥിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,25,120 രൂപയാണ് ഇന്നത്തെ വില. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. 22 കാരറ്റ് സ്വർണത്തിന്റെ വില പവന് 8,640 രൂപയായിരുന്നു ഇന്നലെ രാവിലെ വർദ്ധിച്ചത്. പവന് 1,31,160 രൂപ വരെ എത്തിയ സ്വർണ്ണവില ഇന്നലെ വൈകിട്ട് 800 രൂപ കുറഞ്ഞിരുന്നു. അന്താരാഷ്ട്ര സ്വർണ്ണ വിപണിയിൽ വില ആദ്യമായി ഔൺസിന് $5,500 കടന്നതും ഇന്നലെയായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് താൽപര്യം ഏറും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 531 പോയിന്റ് നഷ്ടത്തിൽ 82,066-ലും നിഫ്റ്റി 167 പോയിന്റ് താഴ്ന്ന് 25,248-ലും വ്യാപാരം തുടരുന്നു. തിരുവനന്തപുരത്തെ തെരുവ് നായ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി മേയർ VV രാജേഷ്. ആദ്യഘട്ടത്തിൽ 50 നായകളെ പിടികൂടി പൂവാറിലുള്ള സ്വകാര്യ ഷെൽട്ടറിലേക്ക് മാറ്റി. നായകളെ വന്ധ്യംകരിച്ചും വാക്സിൻ നൽകിയ ശേഷവുമാണ് ഷെൽട്ടറിലേക്ക് മാറ്റിയത്. ആവശ്യമുള്ള വാക്സിനുകൾ തുടർന്നും ലഭ്യമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. വീണ്ടും ഒരു ക്രിക്കറ്റ് പോരിന് കാര്യവട്ടം വേദിയാകുന്ന സന്തോഷത്തിലാണ് തലസ്ഥാന നഗരിയിലെ കായിക പ്രേമികൾ. ആദ്യ 3 മത്സരങ്ങൾ ജയിച്ച് പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യക്ക് 4ാം മത്സരത്തിൽ തോൽവി വഴങ്ങേണ്ടി വന്നു. എന്നാൽ അവസാന മത്സരം ജയിച്ച് ആധികാരികമായി കപ്പുയർത്താനാകും ടീം ഇന്ത്യയുടെ ശ്രമം. മത്സരത്തിനായി ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ഇന്ത്യ ന്യൂസിലൻഡ് ടീമുകൾക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് KCAയും ആരാധകരും നൽകിയത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വഡോദരയിൽ രാത്രി 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യം ഗാന്ധി സ്മരണയിൽ. രാജ്ഘട്ടിലെ അനുസ്മരണ പരിപാടിയിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജ്യത്തെ പരിഷ്കരണ പ്രവൃത്തികൾ സ്ഥിരതയോടും ലക്ഷ്യബോധത്തോടും മുന്നോട്ടു പോകുന്നതിന്റെ തെളിവാണ് 2025-26 സാമ്പത്തിക സർവേയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ബജറ്റ് മറ്റന്നാൾ. 2025 ആഗോള ഇന്നൊവേഷൻ സൂചികയിൽ 66-ൽ നിന്ന് 38-ാം സ്ഥാനത്തേക്ക് നില മെച്ചപ്പെടുത്തി ഇന്ത്യ.
സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന്റെ 2ാം ദിനത്തെ പരിപാടികൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭ സമീപന രേഖ സമർപ്പിച്ചു. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.